അമേരിക്കയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ജപ്പാന്റെയും സെൻട്രൽ ബാങ്കുകൾ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഔട്ട്കം പുറത്തുവിടുന്നതിന് മുൻപേ തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. ഡോ ജോൺസ് 0.33%, S&P 0.50%, നാസ്ഡാക്ക് 1.28% ഇടിഞ്ഞു. യൂറോപ്യൻ മാർക്കറ്റിൽ ഡാക്സും CAC-യും കഴിഞ്ഞ ദിവസം പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ഡാക്സ് 0.49%, CAC 0.42% ഉയർന്നപ്പോൾ ഫട്സെ 0.22% ഇടിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് മൂവ്മെൻ്റ് ആണ് കാണുന്നത്. അതുകൊണ്ട് ഇന്ന് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകാനാണ് സാധ്യത കൂടുതൽ. കഴിഞ്ഞ ദിവസം ബ്രന്റ് ക്രൂഡിൻ്റെ വില 1% ഇടിഞ്ഞ് $79 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് റെക്കോർഡ് ഹൈയിലേക്ക് എത്തിയെങ്കിലും ഹയർ ലെവലിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിന് ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുന്നതിൽ പ്രേരിപ്പിച്ചു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം 5598 കോടി രൂപയുടെ സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 5565 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്ന് ടോറന്റ് ഫാർമ. ടോറന്റ് ഫാർമയുടെ നെറ്റ് പ്രോഫിറ്റ് 87.2% വർദ്ധിച്ച് 532 കോടിയിൽ നിന്നും 996 കോടിയിലേക്ക് ഉയർന്നു. മാർക്കറ്റ് 632 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. റവന്യൂ 23% വർദ്ധിച്ച് 7328 കോടിയിൽ നിന്നും 9034 കോടിയിലേക്ക് എത്തി. 7827 കോടി രൂപയുടെ റവന്യൂ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നു. എബിറ്റ 56% വർദ്ധിച്ച് 1185 കോടിയിൽ നിന്നും 1888 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 16.1% നിന്നും 20.6% ഉയരുകയും ചെയ്തു. ഇൻ ടേംസ് ഓഫ് എബിറ്റയും എബിറ്റ മാർജിനും കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. മികച്ച ഒരു ക്വാർട്ടർലി റിസൾട്ട് ടോറന്റ് പവർ എന്ന കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ കുറച്ച് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കണ്ടതുപോലെ തന്നെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. നെറ്റ് പ്രോഫിറ്റ് 16.8% ഇടിഞ്ഞ് 62 കോടിയിൽ നിന്നും 51 കോടിയായി രേഖപ്പെടുത്തി. 59.4 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. 569 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 524 കോടി രൂപയുടെ റവന്യൂ ആണ് നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണൽ നേടിയത്. റവന്യൂ ഇയർ ഓൺ ഇയറിൽ 6.6% വർദ്ധിച്ചു. കമ്പനിയുടെ എബിറ്റ മാർജിൻ 23.3% നിന്നും 19.2% ഇടിയുകയും എബിറ്റ 114 കോടിയിൽ നിന്നും 100 കോടിയിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. ടാറ്റ കൺസ്യൂമേഴ്സ് പ്രൊഡക്റ്റിൻ്റെ റവന്യൂ 16% വർദ്ധിച്ചെങ്കിലും പ്രോഫിറ്റ് 12.4% ഇടിഞ്ഞു. 351 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 314 കോടി രൂപയുടെ പ്രോഫിറ്റാണ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിന് നൽകാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം 389 കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനി നേടിയിരുന്നു. പ്രോഫിറ്റ് മാർജിൻ 14.6% നിന്നും 15.3% ഉയരുകയും എബിറ്റ 545 കോടിയിൽ നിന്നും 667 കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. റവന്യൂ 16.3% വർദ്ധിച്ച് 3741 കോടിയിൽ നിന്നും 4382 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. മാക്രോടെക് ഡെവലപ്പേഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 179 കോടിയിൽ നിന്നും 476 കോടിയായി ഉയർന്നു. 509 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചു. കമ്പനിയുടെ റവന്യൂ 3045 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 2847 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത്. അതേസമയം ഇയർ ഓൺ ഇയറിൽ റവന്യൂ 76% വർദ്ധിച്ച് 1617 കോടിയിൽ നിന്നും 2847 കോടിയായി ഉയർന്നു. എബിറ്റ 330 കോടിയിൽ നിന്നും 787 കോടിയിലേക്ക് ഉയരുകയും എബിറ്റ മാർജിൻ 20.4% നിന്നും 26% ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഇൻഡസ് ടവർ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ബൈബാക്ക് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻഡസ് ടവറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 3.9% വർദ്ധിച്ച് 1883 കോടിയിൽ നിന്നും 1926 കോടിയിലേക്ക് എത്തി. എബിറ്റ 10% വർദ്ധിച്ച് 4102 കോടിയിൽ നിന്നും 4545 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 57% നിന്നും 61% ഉയരുകയും ചെയ്തു. രാജ്രത്തൻ ഗ്ലോബൽ വയറിൻ്റെ പ്രോഫിറ്റ് 22.6% വർദ്ധിച്ച് 12 കോടിയിൽ നിന്നും 15 കോടിയിലേക്ക് എത്തി. റവന്യൂ 8% വർദ്ധിച്ച് 204 കോടിയിൽ നിന്നും 220 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 17% വർദ്ധിച്ച് 25 കോടിയിൽ നിന്നും 29 കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 18% വർദ്ധിച്ച് 118 കോടിയിൽ നിന്നും 282 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 2 കോടിയിൽ നിന്നും 17 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 6.7% നിന്നും 8.9% ഉയർത്തുകയും ചെയ്തു. ആർ കേബിളിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 13% ഇടിഞ്ഞ് 74 കോടിയിൽ നിന്നും 64 കോടിയിലേക്ക് എത്തി. ബ്ലൂംബർഗ് 86 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തിട്ടുണ്ട്.
1818 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 1808 കോടി രൂപയുടെ റവന്യൂ കമ്പനിക്ക് നേടാൻ സാധിച്ചു. റവന്യൂ ഇയർ ഓൺ ഇയറിൽ 13.2% ഉയർന്നു. എന്നാൽ എബിറ്റ 113 കോടിയിൽ നിന്നും 93 കോടിയിലേക്ക് ഇടിയുകയും എബിറ്റ മാർജിൻ 7.1% നിന്നും 5.3% ഇടിയുകയും ചെയ്തു. ഗെയിലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 77% വർദ്ധിച്ച് 1793 കോടിയിൽ നിന്നും 3183 കോടിയിലേക്കെത്തി. റവന്യൂ 6% വർദ്ധിച്ച് 32,789 കോടിയിൽ നിന്നും 34,738 കോടിയിലേക്കെത്തി. വാരി റിന്യൂവബിളിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 9 കോടിയിൽ നിന്ന് 28 കോടിയിലേക്കെത്തി. റവന്യൂ 83% വർദ്ധിച്ച് 129 കോടിയിൽ നിന്നും 236 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 13 കോടിയിൽ നിന്നും 41 കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും എബിറ്റ മാർജിൻ 10.4% നിന്നും 11.7% ഇംപ്രൂവ് ആവുകയും ചെയ്തു. ടിറ്റക്കാർ റെയിൽ സിസ്റ്റത്തിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 8% വർദ്ധിച്ചു. റവന്യൂ ഏകദേശം ഫ്ലാറ്റാണ്. എബിറ്റ 4% ഇടിഞ്ഞ് 106 കോടിയിൽ നിന്നും 102 കോടിയിലെത്തി. എബിറ്റ മാർജിൻ 11.6% നിന്നും 11.3% എത്തി. ഇന്ന് ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്, അദാനി പവർ, അംബുജ സിമൻറ്റ്, ആസ്റ്റർ DM ഹെൽത്ത് കെയർ, ബാങ്ക് ഓഫ് ബറോഡ, BHEL, ബിർള സോഫ്റ്റ്, കോൾ ഇന്ത്യ, ക്രോംപ്ടൺ ഗ്രീവ്സ്, എൽഗി എക്യുപ്മെൻറ്റ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരും. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന കമ്പനിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും 1170 കോടി രൂപയുടെ ടാക്സ് പേ ചെയ്യുന്നതിനുള്ള ഒരു ലെറ്റർ ലഭിച്ചു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻസ് എന്ന കമ്പനി QIP വഴി ഫണ്ട് റൈസ് ചെയ്യാൻ പോവുകയാണ്. 1500 കോടി രൂപയുടെ ഫണ്ടാണ് ബോണ്ട് ഇഷ്യൂ വഴി കമ്പനി നടത്തുന്നത്. അദാനി എനർജി എന്ന കമ്പനിയും QIP വഴി ഫണ്ട് റൈസ് ചെയ്യുന്നു. QIPൻ്റെ ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 1027 രൂപ. വേദാന്ത എന്ന കമ്പനി അതിൻ്റെ സബ്സിഡറി കമ്പനിയായി സ്പ്ലിറ്റ് ആകുന്നതിന്, അല്ലെങ്കിൽ 6 ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റഡ് കമ്പനിയായി സ്പ്ലിറ്റ് ആകുന്നതിന് ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് 75% അപ്രൂവൽ നൽകിയിട്ടുണ്ട്. പവർ ഗ്രിഡ് എന്ന അപ്രൂവൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് പവർ ഗ്രിഡ് ആണ്. അണ്ടർസീ ഇൻ്റർകണക്ഷൻ മിഡിൽ ഈസ്റ്റുമായി അണ്ടർസീ ഇൻ്റർകണക്ഷൻ ഡീലിൽ ഒപ്പുവയ്ക്കുന്നതിന് വേണ്ടി ഈ കമ്പനി 40,000 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ലോയിഡ്സ് എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ടെക്നോ ഇൻഡസ്ട്രീസ് പ്രൈവറ്റിൻ്റെ 77% സ്റ്റേക്കുകൾ ലോയിഡ്സ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനി അക്വയർ ചെയ്തു. കൂടാതെ മാരിക്കോ എന്ന കമ്പനിക്ക് 142 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് QIP വഴി 780 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.